ഡ്യൂട്ടി കഴിഞ്ഞോ? ഡ്യൂട്ടിയോ? പണി വന്ന പപ്പടമായി. എന്താ പറഞ്ഞു? ഞാൻ ഹോട്ടലിനെ പറ്റി മോശമായി സംസാരിച്ചതല്ല, ഇപ്പൊ അച്ഛനോട് പറഞ്ഞിട്ടല്ലേ വരുന്ന. ഇനിയും എനിക്ക് ഇവിടെ പണി വേണോ? അതാ, പേടിക്കണ്ട, ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇനി എനിക്കിത് വീണ്ടും ഇടാം? ധൈര്യമായിട്ടിടാം. ഞാൻ എന്റെ ബാഗ് മറന്നു വെച്ചു, അതെടുക്കാൻ വന്നതാ. നോക്കൂ, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞോ? ഇല്ല. ഇല്ലേ? എന്താ ഇതൊക്കെ ചോദിക്കുന്നത്? വെറുതെ അറിയാൻ. കല്യാണം കഴിക്കൂ, കല്യാണം കഴിക്കൂ എന്നെപ്പോഴും പറയാറുണ്ട്. ആര്? എന്റെ അമ്മ. പക്ഷേ ആരും ചോദിച്ചിട്ടില്ല. അപ്പോ ആദ്യമായിട്ടാണ്. To be frank with you, I like your innocence. കോളേജിലൊന്നും പോകണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഞാൻ വരട്ടെ? ഒരു നിമിഷം നിൽക്കൂ. എന്താ? ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയാണ്. അതിനെന്താ, പോട്ടെ, ബൈ ബൈ. வளமான வருங்காலத்திற்கு கனவு காண்பது உங்கள் உரிமை. அதை நிறைவேற்றுவது எங்கள் கடமை. நீங்கள் எங்களிடம் சேமித்து வாருங்கள் போதும், மற்றவற்றை நாங்கள் கவனித்துக் கொள்கிறோம். എന്റെ മുഖം എത്ര തവണ കണ്ണാടി കണ്ടാലും അതേപോലെ തന്നെ ഇരിക്കും. മതിയുടെ ചന്തം നോക്കിയത്. നിന്റെ മോന്റെ എത്ര പ്രാവശ്യം കണ്ണാടി നോക്കിയാലും ഇങ്ങനെ തന്നെ ഇരിക്കും. പോയി നിന്റെ ജോലി നോക്കണം. मणिलाल हरिलाल मिल्क के मन लुभावन कॉटन और पॉलिएस्टर कपड़े मनहर फैब्रिक. உங்கள் அழகான முகம் மேலும் அழகு பெற, உங்கள் கருத்த கேசம் மேலும் கருகருத்து வளர, உங்கள் அழகான மேனி மேலும் அழகு பெற ഉപയോഗിയുங்கள் എവർഷൈൻ സ്നോ, എവർഷൈൻ ഹെയർ ഓയിൽ, എവർഷൈൻ സോപ്പ്. അമ്മായി, അമ്മായി. അല്ല, മാധവനോ? നീ തിരിച്ചു വന്നോ? വരാതിരിക്കാൻ പറ്റുമോ? അമ്മായിക്ക് വിശേഷമൊന്നുമില്ലല്ലോ. നീ ഇപ്പോഴല്ലേടാ വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയത്? അതെ, അതൊരു 3-4 മണിക്കൂറായില്ലേ. അതിനിടയിൽ എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കാം. അമ്മായിക്ക് ഒരു വിശേഷം കേട്ടോ. എന്തോ? ഞാനിവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഒരു 4-5 ആളുകൾ എന്റെ അടുത്തോട്ട് വന്നു. എന്താ കാര്യം? ഒരു വലിയ കാര്യം തന്നെ, ഒരു അടിപിടി കേസ്. ഞാൻ മധ്യസ്ഥം വഹിക്കണം. മാധവന്റെ വാക്ക് പിന്നെ ആരും തട്ടുന്നില്ല. അങ്ങനെ ഒരു 3-4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു പരുവത്തിൽ അങ്ങോട്ട് ഒതുക്കി. അവസാനം അവരൊരു ചായ മാത്രം വാങ്ങിച്ചു എന്നിട്ട് സ്ഥലം വിട്ടു. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊണ്ട് നടന്നു. നീ ജോലിക്കൊന്നും പോരുത് കേട്ടോ. ഇക്കാലത്ത് ജോലി ചെയ്തിട്ട് എന്തോ കിട്ടാൻ? അപ്പൊ ജോലി ചെയ്യാതെ വല്ലതും കിട്ടുന്ന ലാഭമില്ലേ അമ്മായി? അതെ അതെ. അമ്മായി, നമ്മുടെ മനു മര്യാദയ്ക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? അതോ ഈ നാടകം, സിനിമ എന്നൊക്കെ പറഞ്ഞ പുറകെ നടക്കുകയാണ്? അവൻ നിന്നെ പോലെയൊന്നും അല്ല, മര്യാദയ്ക്ക് ജോലിക്ക് പോകും. എന്തോ ഒരു ചൂടപ്പാ. അല്പദൂരം നടന്നേ ഉള്ളൂ. വല്ലാത്ത ദാഹം. കുറച്ച് മോരുണ്ട് അമ്മായി? എടാ, ഇത് വന്ന വഴി അങ്ങ് ചോദിച്ചാ പോരെയായിരുന്നു. അല്ല, വന്ന വഴിയെ ചോദിച്ചാൽ അമ്മായിക്ക് വല്ലതും തോന്നിയാലോ? ഇവിടെ മോരില്ല, തീർന്നുപോയി. എന്നാ ഒരു 50 പൈസ എണ്ണം തരണം. ഞാൻ കടയിൽ പോയി കൂടുതൽ മോർ കൊടുക്കറേ. 50 പൈസ ഒന്നും എന്റെ അടുത്തില്ല. 10 പൈസ കൊടുക്കണമെങ്കിൽ ഐസ് തന്നെയാവും ചാപ്പിടട്ടോ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞു, നീ എഴുതി പോന്നി. അപ്പടിനാ ഒന്നമേ ചാപ്പിട വേണ്ട. മനു വീട്ടിൽ കാശൊന്നും തരാറില്ലേ അമ്മായി? കഷ്ടമാണ്. കുടുംബത്തിനെ പറ്റി ഒരു ചിന്തയില്ലല്ലോ അമ്മായി. അമ്മായി, മനു വന്നാ ഞാൻ വന്നെന്ന് പറയണേ. ഞാൻ പോട്ടെ അമ്മായി. മോരെ പാട്ട് കേട്ടെ. നേടാ ഇനിയാ തന്നെ ഇല്ലേ? അല്ല, വഴി മാറ മാറാവിടെ മാറാവിടെ. നീ നടന്നൊരു കാശിനകത്ത് എന്തേ കാശില്ലെന്ന് പറഞ്ഞു? ഇന്നത്തെ ദിവസം ജലവാനം കഴിച്ചിട്ടില്ല. നീ എന്നെ വിളയാടുക ഇല്ല. അപ്പൊ നിന്റെ കള്ളക്കിളക്ക് ഞാൻ അമ്മായിയോട് പറയാം. അമ്മായി അത് മാത്രം നീ ചെയ്യല്ലേ. വിട്ടോ, നീ പഠിക്കോ? ഇതോടെ എന്റെ സഞ്ചി. അമ്മായി, അമ്മായി എവന്റെ സഞ്ചിയിൽ എന്താണെന്നൊന്ന് ഒന്ന് നോക്കണം. എന്തോന്നാടാ സഞ്ചിയിൽ എന്തോന്ന്?
സൗന്ദര്യം കൂട്ടാനുള്ള സാധനങ്ങൾ. എടാ ഇത് മൂന്നും കൂടെ വാരി നിന്റെ മോന്തയ്ക്ക് തേച്ചിരുന്നാലും ഒരു ഫലവുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, മോന്ത തറയിലിട്ട് ഒരയ്ക്ക് കുറച്ചും കൂടെ വിടുന്നു. അമ്മായി എവന്റെ അറിയാൻ വലിയ സിനിമാ സ്റ്റാറാണെന്നാ. ഈ പ്രാന്തൊക്കെ നിർത്തിയിട്ട് അന്തസ്സായിട്ട് ജോലി ജീവിക്കാൻ നോക്ക എന്നെ പോലെ. അമ്മായി ഇവൻ പണിയെടുത്തിട്ടുന്ന കാശ് മുഴുവൻ കൊണ്ടുപോയി ഇതുപോലെ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്. എടാ അത് നിനക്കെന്തടാ? അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ അവന് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കും. നീ ആരാ ചോദിക്കാൻ? അയ്യോ അമ്മായി അവന്റെ നന്മയെ കരുതി പറഞ്ഞാണ്. അവന്റെ നന്മ ഞാൻ നോക്കിക്കോളാം, നീ ഒന്നും നോക്കണ്ട. എനിക്ക് വേദനയുണ്ട് അമ്മായി. നീ വേദനപ്പെടുന്ന ഞാൻ വേദനിച്ചോളാം. നീ പോടാ അവിടുന്ന്. അല്ലേ എടാ, ആ സോപ്പ് എടുക്ക്. മോനെ അമ്മേ, ആ മാധവൻ പറഞ്ഞു പോയത് കേട്ടില്ലേ എന്റെ മോന്തയെ പറ്റി? അവൻ പറഞ്ഞോട്ട് പോട്ടെ, നീ അതൊന്നും വക വെക്കണ്ട. മാധവൻ മാത്രമല്ല, കാണുന്നവരൊക്കെ ഇത് തന്നെയാ പറയുന്നത്. അവരെന്തെങ്കിലും പറയട്ടെ, എന്റെ മോൻ ഒരു കുറവുമില്ല. പെറ്റ് കഴിഞ്ഞ് പേരിടുന്നവരെ അമ്മ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ നിന്നെ കണ്ടിട്ടില്ലേന്നു. നിലത്ത് വെക്കാതെയല്ലേ മോനെ ഞാൻ നിന്നെ വളർത്തിയെടുത്തത്. എന്നിട്ടാണ് ഈ മുഖത്ത് നോക്കി മനോഹരൻ എന്ന് പേര് വിളിച്ചത്. ആരെന്ത് പറഞ്ഞാലും എന്റെ മോൻ എനിക്ക് മനോഹരനാണ്. എന്റെ പൊന്നു മോൻ പോയി കുളിച്ചിട്ട് ഇതൊക്കെ ഇടും. പൗഡറ്, സോപ്പ്. ഇതെന്താ മോനെ ഇത്? അതൊന്നും ഒരു പ്രശ്നമല്ല. വിട്ടുമിടുക്കണ ഒന്നാന്തരം ജോലിയുണ്ട്. പിന്നെ പുകവലിയോ മദ്യപാനമോ തൊട്ട് തെറിച്ചിട്ടില്ല. അതൊക്കെ അല്പസ്വല്പം ഉണ്ടായാലും വലിയ കുഴപ്പമില്ല. ആണുങ്ങളല്ലേ, എനിക്കറിയേണ്ടത് വിവരവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടോന്നാ. അതില്ലാതെ ഇത്ര വലിയ ജോലി കിട്ടുവോ?